എല്ലാ പ്രായത്തിലും സൗഹൃദങ്ങളും ബന്ധങ്ങളും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ചതികളും സംഭവിക്കാം. തിരുവനന്തപുരം പോത്തൻകോട്ടെ വിമുക്ത ഭടനായ വയോധികനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ കഥ എല്ലാവരും അറിയണം. അടുപ്പം സ്ഥാപിച്ചൊപ്പം കൂടിയ യുവതിയാണ് മദ്യം നൽകി മയക്കിയ ശേഷം 68-കാരനെ മർദ്ദിച്ച് 9 പവൻ സ്വർണവും പണവും കവർന്നത്. സംഭവത്തിന് ശേഷം പ്രതികൾ നേരെ പോയത് ആലപ്പുഴയിലെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്കാണ്. ഒടുവിൽ പ്രതികൾ പോലീസിന്റെ വലയിലായി. നെയ്യാറ്റിങ്കര സ്വദേശിനി ദീപ, മകൻ അഖിൽ, സുഹൃത്ത് പ്രകാശ് എന്നിവരാണ് പിടിയിലായത്. പോത്തങ്കോട് സ്വദേശിയായ 68 വയസ്സുള്ള വിമുക്ത ഭടനുമായി 8 മാസം മുമ്പാണ് ദീപ സൗഹൃദം സ്ഥാപിക്കുന്നത്. വിമുക്ത ഭടൻ കഴക്കൂട്ടം ചന്തവിളയിൽ നിർമ്മിച്ച പുതിയ വീട് കാണുന്നതിനായി ദീപ മകനും സുഹൃത്തിനുമൊപ്പം എത്തി. ഇവിടെ വെച്ച് വിമുക്ത ഭടന് അളവിൽ കൂടുതൽ മദ്യം നൽകിയ ശേഷം മർദ്ദിക്കുകയും പണവും സ്വർണവും കവരുകയുമായിരുന്നു. വിമുക്ത ഭടന്റെ മാല, ബ്രേസ്ലെറ്റ്, 3 സ്വർണ്ണമോതിരം അടക്കം 9 പവൻ സ്വർണവും ഫോൺ, പേഴ്സ് തുടങ്ങിയ വസ്തുക്കളുമാണ് സംഘം മോഷ്ടിച്ചത്. സംഭവത്തിനു ശേഷം ഫോൺ ഓഫാക്കി പ്രതികൾ ധ്യാനം കൂടാൻ പോവുകയായിരുന്നു. ഈ മാസം 19-നാണ് പണവും സ്വർണവും ഉൾപ്പെടെ പ്രതികൾ തട്ടിയെടുക്കുന്നത്. അതിനുശേഷം പ്രതികൾ ആലപ്പുഴയിലെ ധ്യാനകേന്ദ്രത്തിലേക്ക് മുങ്ങി. ഇവർ കലവൂരിലെ പ്രാർത്ഥനാലയത്തിൽ കഴിയുന്നതായി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന് വിവരം ലഭിച്ചു. തുടർന്ന് 3-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ ഡിവൈഎസ്പി മുകേഷ്, ഇൻസ്പെക്ടർ വിനീഷ്, SI മുജീബ്, ASI ഉല്ലാസ് തുടങ്ങിയവരുടെ സംഘമാണ് പ്രതികളെ പിടിച്ചത്. പ്രതികളെ തുടർ നടപടിക്കായി തിരുവനന്തപുരം പോലീസിന് കൈമാറി. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.